നമസ്കാരം. ഇന്നത്തെ കറണ്ട് അഫയേഴ്സ് ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പോൾ നമുക്ക് ഇന്നത്തെ ദിവസം ജൂൺ 26 ഇന്നത്തെ പ്രധാന വാർത്തകൾ നമുക്കൊന്ന് നോക്കാം. കേരള PSC നടത്തുന്ന എക്സാംസിൻ്റെ പെർസ്പെക്റ്റീവിൽ നമുക്കതിനെ ഒന്ന് വിശകലനം ചെയ്യാം അല്ലേ. അപ്പോൾ വെൽക്കം ടു ദി സെഷൻ. ഇന്നറിയേണ്ടതായിട്ടുള്ള ചില പ്രധാന സംഭവങ്ങൾ അല്ലെങ്കിൽ പ്രധാന വാർത്തകൾ നമുക്ക് നോക്കിയാലോ. ആദ്യമായിട്ട് നെതർലാൻഡ്സിലെ ഹേഗിലുള്ള സോയിഡർ സ്ട്രാൻഡ് ബീച്ചിന് ഗാസ ബീച്ച് എന്ന് പേര് നൽകണമെന്നാവശ്യപ്പെട്ട് നാറ്റോ ഉച്ചകോടി നടക്കുന്നിടത്തേക്ക് പാലസ്തീൻ പതാകയുമായി എത്തിയ പ്രക്ഷോഭകർ. ഇതിനകത്ത് എന്താണ് പ്രധാനപ്പെട്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ബീച്ച് എവിടെ ഉള്ളതാണ്? നെതർലാൻഡ്സിലെ ഹേഗിലുള്ള സോയിഡർ സ്ട്രാൻഡ് എന്ന് പറയുന്ന ബീച്ചിനാണ് അവർ ഗാസ ബീച്ച് എന്ന് പേര് കൊടുക്കാൻ വേണ്ടിയിട്ട് നാറ്റോ ഉച്ചകോടി തീരുമാനിച്ചു വെച്ചിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഈ ബീച്ച് എവിടെ? നെതർലാൻഡ്സിലെ ഹേഗിലുള്ള ബീച്ചാണ് ഗാസ ബീച്ച് എന്ന് പേര് മാറ്റാൻ പോകുന്ന ബീച്ചിന്റെ പേരെന്താണ്? സോയിഡർ സ്ട്രാൻഡ് എന്ന ബീച്ചാണ് കേട്ടോ. അപ്പോൾ ഇതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഈ ഒരു കാര്യമാണ്. നമ്മൾ മുന്നേ കണ്ടിട്ടുള്ള പ്രധാനപ്പെട്ട ഒരു വ്യക്തി തന്നെയാണ് ആര്? നീരവ് ചോപ്രയുടെ ഒരു പ്രധാനപ്പെട്ട നമുക്കൊരു വാർത്ത നോക്കാം. ചെക്ക് റിപ്പബ്ലിക്കിൽ നടന്ന ലോക അത്ലറ്റിക്സ് കോണ്ടിനെന്റൽ മീറ്റിൽ ഒന്നാമനായി എത്തിയ ആളാണ് അതിപ്പോൾ നീരവ് ചോപ്ര. അദ്ദേഹത്തിന് ചൊവ്വാഴ്ച രാത്രി ഓസ്ട്രേലിയ നടന്ന മത്സരത്തിൽ 85.29 മീറ്റർ എറിഞ്ഞാണ് അദ്ദേഹം എന്ത് ചെയ്തത്? ചാമ്പ്യൻ ആയത് കേട്ടോ. അപ്പോൾ ഏതാണ് പഠിക്കേണ്ടത്? 85.29 മീറ്ററാണ് അദ്ദേഹം ജാവലിൻ ത്രോ ചെയ്തത് കേട്ടോ. അപ്പോൾ ഇതിൽ അദ്ദേഹം പറയുന്നുണ്ട് സന്തോഷമുണ്ടെങ്കിലും, പക്ഷെ അദ്ദേഹത്തിന് ഫസ്റ്റ് കിട്ടി, സമ്മതിച്ചു. പക്ഷെ അദ്ദേഹത്തിന് സന്തോഷമില്ല, കുറച്ചും കൂടി ചെയ്യാമായിരുന്നു എന്നൊരു തോട്ട് അദ്ദേഹത്തിനുണ്ട്. കാരണം നമുക്ക് എപ്പോഴും അങ്ങനെയാണ്, നമ്മളൊരു കാര്യം ചെയ്യുക, നമ്മൾ വിജയിച്ച് നമുക്ക് തോന്നും നമ്മുടെ ഒരു ബെസ്റ്റ് കൊടുക്കാൻ പറ്റിയിട്ടില്ല നമ്മൾ പറയാറില്ലേ. സെയിം ഇഫക്റ്റ് തന്നെയാണ് ഇവിടെ നീരവ് ചോപ്രയ്ക്കും അദ്ദേഹത്തിന് തോന്നിയത്. മൂന്നാം ത്രോയിലാണ് അദ്ദേഹം 85.29 മീറ്റർ വന്നത്. 83.45, 82.17, 81.01 അങ്ങനെയൊക്കെ ആയിരുന്നു അദ്ദേഹത്തിന്റെ മറ്റ് ത്രോകൾ. ഓക്കെ, ജാവലിൻ ത്രോയിൽ. ഓക്കെ, കഴിഞ്ഞ മാസം ദോഹയിലെ ഡയമണ്ട് ലീഗ് മത്സരത്തിൽ 90.23 മീറ്റർ എറിഞ്ഞ് കരിയറിലെ ഏറ്റവും മികച്ച ദൂരമാണ് അദ്ദേഹം കരസ്ഥമാക്കിയിരുന്നത്. ഈ സെയിം കാര്യം തന്നെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ മാസം. അദ്ദേഹത്തിന് റെക്കോർഡ് തന്നെ അദ്ദേഹം സൃഷ്ടിച്ചതായിരുന്നു. പക്ഷെ അത്രയും വരെ എത്തിയിട്ടില്ല ഇത്തവണ. അതിൻ്റെതായ ഒരു വിഷമം അദ്ദേഹം പ്രകടിപ്പിച്ചിട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ ഇത് പഠിക്കേണ്ട എന്താണ്? അദ്ദേഹത്തിന്റെ ചെക്ക് റിപ്പബ്ലിക്കിൽ നടന്ന ലോക അത്ലറ്റിക്സ് കോണ്ടിനെന്റിലാണ് അദ്ദേഹം ഈ ഒരു വിജയം കൈവരിച്ചിരിക്കുന്നത്. ഓക്കെ, അടുത്ത നോക്കാം. കേരള സർക്കാരിൻ്റെ ലഹരി ഉപഭോഗ ബോധവൽക്കരണത്തിൻ്റെ പ്രവർത്തനങ്ങൾക്ക് അവർ യോദ്ധാവ് എന്നൊരു പേര് കൊടുത്തിട്ടുണ്ട്. ഇത് കേരള PSCക്ക് ചോദിക്കാൻ പറ്റുന്ന ഒരു മികച്ച ഏരിയ തന്നെയാണ്. ഓക്കെ, ഇപ്പോൾ ഡ്രഗ്സിൻ്റെ ഉപയോഗത്തിൽ കൂടെ നഷ്ടപ്പെട്ടു പോകുന്ന പല ജീവനുകളും നമ്മൾ നിരന്തരമായി പത്രത്തിലൊക്കെ കാണുന്നതാണ് അല്ലേ. അതിൻ്റെ മുന്നോടി അല്ലെങ്കിൽ അതിൽ നിന്ന് കുട്ടികളെ ആണെങ്കിലും മുതിർന്നവരെ ആണെങ്കിലും ലഹരി മരുന്നിൻ്റെ പിടിയിൽ നിന്ന് മാറ്റി കൊണ്ടുവരാൻ കേരള സർക്കാരിൻ്റെ ഒരു പദ്ധതി തന്നെയാണ്, ഒരു ബോധവൽക്കരണ പദ്ധതി തന്നെയാണ് എന്ത്? യോദ്ധാവ്. മയക്കുമരുന്നിൻ്റെ വിതരണവും ഉപയോഗവും വ്യാപനവും തടയുന്നതിനായി കേരള പോലീസ് രൂപവൽക്കരിച്ച പദ്ധതിയാണ് എന്ത്? യോദ്ധാവ്. ഇത് എന്താണെന്നുള്ളത് കൃത്യമായി ഇവിടെ കൊടുത്തിട്ടുണ്ട്, പഠിക്കുക. ഓക്കെ, യോദ്ധാവ് എന്താണ്? മയക്കുമരുന്നിന്റെ വിതരണവും ഉപയോഗവും വ്യാപനവും തടയുന്നതിനായി കേരള പോലീസ് രൂപീകരിച്ച ഒരു പദ്ധതിയാണ് എന്ത്? യോദ്ധാവ്. സ്കൂൾ കോളേജ് വിദ്യാർത്ഥികളെ ലക്ഷ്യമിട്ടാണ് പദ്ധതിക്ക് രൂപം നൽകിയിരിക്കുന്നത്. സ്കൂൾ കോളേജ് അല്ലേ. നമുക്കറിയാം മയക്കുമരുന്ന് കൊണ്ടുണ്ടാകുന്ന ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. അതിലും ഉപരി ആ മയക്കുമരുന്നിൽ അടിമയായി പോകുന്ന യുവതലമുറ. അപ്പം അവരതിൽ നിന്ന് രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് കേരള പോലീസ് ഇങ്ങനെ ഒരു പദ്ധതി കൊണ്ടുവന്നിട്ടുള്ളത്. യോദ്ധാവ് കേട്ടോ, യോദ്ധാവ് എന്ന് എല്ലാവരും ഓർത്തിരിക്കുക. യോദ്ധാവ് എന്താണ്? ഓക്കെ, യോദ്ധാവ് ക്ലിയർ ആണല്ലോ, ഓർത്തിരിക്കണേ.
മറക്കരുത്. ലഹരി ഉപയോഗമോ വിപണമോ ശ്രദ്ധയിൽപ്പെട്ടാൽ, ആരെങ്കിലും അത് യൂസ് ചെയ്യുന്നതോ വിൽക്കുന്നതായിട്ട് ശ്രദ്ധയിൽപ്പെട്ടാൽ വിവരം വാട്സപ്പിലൂടെ അറിയിക്കാം. ഈ നമ്പറിലേക്ക് 24 hours വിവരങ്ങൾ നൽകാവുന്നതാണ് കേട്ടോ. അപ്പോൾ സാധാരണ നമ്മുടെ കേരള PSCയിൽ അല്ലെങ്കിൽ നമ്മുടെ സ്റ്റേറ്റ് ഗവൺമെൻറ് നടത്തുന്ന പല പരീക്ഷകളിലും ഇങ്ങനത്തെ സ്കീംസ് അല്ലെങ്കിൽ പദ്ധതികൾ ചോദിക്കാറുണ്ട്. അതിൻ്റെ ഒരു ഭാഗമാണ് യോദ്ധാവ് എന്നുള്ളത്. ഓക്കെ, അടുത്തത് കോട്ട്പ ആക്ട് 2003. കോട്ട്പ, ദി സിഗരറ്റ്സ് ആൻഡ് അതർ ടുബാക്കോ പ്രോഡക്ട്സ് ആക്ട് 2003. അതിനാണ് കോട്ട്പ ആക്ട് എന്ന് പറയുന്നത്. ദി സിഗരറ്റ്സ് ആൻഡ് അതർ ടുബാക്കോ പ്രോഡക്ട്സ് ആക്ട് ആണ് കേട്ടോ. ഇതെന്താ ആക്ട് എന്ന് പഠിച്ചു വെക്കണം. സിഗരറ്റ്, മറ്റ് പുകയില ഉൽപ്പന്നങ്ങൾ എന്നിവയുടെ പരസ്യവും വഴിയോര കച്ചവടവും ഈ നിയമപ്രകാരം എന്ത് ചെയ്തിരിക്കുന്നു? നിരോധിച്ചിരിക്കുന്നു. ഇത് കൃത്യമായിട്ട് പഠിച്ചിരിക്കുക. എന്താണ് കോട്ട്പ ആക്ട് എന്ന് പറയുന്നത്? ദി സിഗരറ്റ്സ് ആൻഡ് അതർ ടൊബാക്കോ പ്രോഡക്ട്സ് ആക്ട് 2003 ആണ് കോട്ട്പ ആക്ട് എന്ന് പറയുന്നത്. സിഗരറ്റിന്റെയും മറ്റ് പുകയില ഉൽപ്പന്നങ്ങളുടെയും പരസ്യവും വഴിയോര കച്ചവടവും ഈ നിയമപ്രകാരം എന്ത് ചെയ്തിരിക്കുന്നു? നിരോധിച്ചിരിക്കുന്നു. ഇവയുടെ ഉൽപാദനവും വിതരണവും മാർഗനിർദ്ദേശ പ്രകാരമായിരിക്കണം എന്നും ഈ നിയമത്തിലുണ്ട് കേട്ടോ. ഇതിന്റെ എന്താണ് നമ്മൾ അതിന്റെ പ്രൊഡക്ഷനും ഡിസ്ട്രിബ്യൂഷനും കേട്ടോ. ഇംഗ്ലീഷിൽ പറഞ്ഞാൽ പ്രൊഡക്ഷനും ഡിസ്ട്രിബ്യൂഷനും അതെന്താണ് ഒരു കൃത്യമായിട്ടുള്ള ഒരു ഗൈഡ് ലൈൻസ് ഉണ്ട്. ആ ഗൈഡ് ലൈൻസ് അനുസരിച്ച് മാത്രമേ ഇതിന്റെ പ്രൊഡക്ഷനും ഡിസ്ട്രിബ്യൂഷനും പാടുള്ളൂ എന്ന് പറയുന്നതാണ് ഈ ആക്ടിൽ പറയുന്നുണ്ട്. 18 വയസ്സിൽ താഴെ ഉള്ളവർക്ക് പുകയില ഉൽപ്പന്നങ്ങൾ വിൽക്കാൻ പാടില്ല. സ്കൂളുകളുടെയും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെയും 100 മീറ്റർ ചുറ്റളവിൽ പുകയില ഉൽപ്പന്നങ്ങൾ വിൽക്കുന്നത് നിരോധിച്ചിരിക്കുന്നതാണ് ഈ ആക്ട് പറയുന്നത്. ഈ 100 മീറ്റർ എത്ര മീറ്റർ ആണെന്ന് പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട് മുൻപും. അപ്പം 100 മീറ്ററിന് ഒരു സ്കൂളും ഒരു വിദ്യാഭ്യാസ സ്ഥാപനത്തിൻ്റെ 100 മീറ്റർ ചുറ്റളവിൽ ഇതിൻ്റെ ഉൽപാദനവും വിതരണവും പാടില്ല. അപ്പോൾ കോട്ട്പ ആക്ട് എന്താണ് പറഞ്ഞേ? ദ സിഗരറ്റ്സ് ആൻഡ് അതർ ടൊബാക്കോ പ്രോഡക്ട്സ് ആക്ട് 2003. അപ്പോൾ യോദ്ധാവ് എന്താണ്? കേരള പോലീസിന്റെ ഒരു ലഹരി വിമുക്ത ബോധവൽക്കരണ ഒരു പദ്ധതിയാണ് എന്ത്? യോദ്ധാവ്. ഓർത്തിരിക്കണം കേട്ടോ. അടുത്ത യോദ്ധാവുമായി ബന്ധപ്പെടാനുള്ള നമ്പറാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. പിന്നെ വിമുക്തി, വ്യക്തിയെയും സമൂഹത്തെയും ശിഥിലമാക്കുന്ന ലഹരി എന്ന വിപത്തിനെ കുറിച്ച് ജനങ്ങൾക്ക്, പ്രത്യേകിച്ചും യുവജനങ്ങൾക്ക് അവബോധം നൽകുന്നതിനായി കേരള സർക്കാർ ആരംഭിച്ച ലഹരി വിമോചന പ്രചാരണ പരിപാടിയാണ് എന്ത്? വിമുക്തി. അപ്പൊ നമ്മൾ എന്ത് പഠിച്ചു? നമ്മള് യോദ്ധാവ് പഠിച്ചു അല്ലേ? നമ്മള് യോദ്ധാവ് എന്താന്ന് പഠിച്ചു. അതേപോലെ നമ്മൾ എന്ത് പഠിച്ചു? വിമുക്തി നമ്മൾ പഠിച്ചു. വിമുക്തി രണ്ടും ഓർത്തിരിക്കുക. ക്ലിയർ ആണ്? എന്താണ് വിമുക്തി എന്ന് പറയുന്നത്? ലഹരി ഉപയോഗം അല്ലേ? ലഹരി വിമോചന പ്രചാരണ പരിപാടിയാണെന്ത്? വിമുക്തി. ലഹരി വിമോചന പ്രചാരണ പരിപാടിയാണെന്ത്? വിമുക്തി. ഇത് ആരാണ് കൊണ്ടുവന്നിരിക്കുന്നത്? കേരള സർക്കാർ. എന്തിനെയാണ്? വ്യക്തിയെയും സമൂഹത്തെയും ശിഥിലമാക്കുന്ന ലഹരി എന്ന വിപത്തിനെ കുറിച്ച് ജനങ്ങൾക്കും പ്രത്യേകിച്ച് യുവജനങ്ങൾക്കും ഒരു അവബോധം, അവയർനെസ് കൊണ്ടുവരാനാണ് എന്ത് കൊണ്ടിരിക്കുന്നത്? വിമുക്തി എന്ന് കൊണ്ടുവന്നിരിക്കുന്നത്. ഓക്കെ, ലഹരി വസ്തുക്കളുടെ ഉപയോഗം പൂർണ്ണമായും ഇല്ലാതാക്കുക എന്നതാണ് ലക്ഷ്യം. ഇതിന്റെ ലക്ഷ്യം എന്താണ്? ലഹരി വസ്തുക്കളുടെ ഉപയോഗം പൂർണ്ണമായും ഇല്ലാതാക്കുക എന്നതാണ് ഇവരുടെ ഈ വിമുക്തി എന്ന പരിപാടി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, കേരള സർക്കാരും എക്സൈസ് വകുപ്പും കൂട്ടായ സാമൂഹിക പ്രവർത്തനങ്ങളിലൂടെയാണ് ഇത് നടപ്പിലാക്കിയിരിക്കുന്നത്. ഇതൊരു പ്രോഗ്രാമാണ്. ഇത് കൊണ്ടുവന്നിരിക്കുന്നതാണ് കേരള സർക്കാരും എക്സൈസ് വകുപ്പും കൂടെയാണ്. ഓക്കെ, അതേപോലെ വിമുക്തിയുടെ കീഴിൽ സംസ്ഥാനത്ത് വിവിധയിടങ്ങളിൽ കൗൺസിലിംഗ് കേന്ദ്രങ്ങൾ, ലഹരി വിമുക്ത കേന്ദ്രങ്ങൾ, ആന്റി ഡ്രഗ് ക്ലബ്ബുകൾ എന്നിവ പ്രവർത്തിക്കുന്നുണ്ട്. നോക്കി വെക്കണേ. ഇത് എന്താ? വിമുക്തിയുടെ കീഴിൽ ഈ ഒരു പദ്ധതിയുടെ കീഴിൽ അല്ലെങ്കിൽ ഈ ഒരു പ്രോഗ്രാം, ഈ ഒരു പരിപാടിയുടെ കീഴിൽ സംസ്ഥാനത്ത് വിവിധയിടങ്ങളിൽ കൗൺസിലിംഗ് കേന്ദ്രങ്ങൾ, ലഹരി വിമുക്ത കേന്ദ്രങ്ങൾ, ആന്റി ഡ്രഗ് ക്ലബ്ബുകൾ എന്നിവ പ്രവർത്തിക്കുന്നുണ്ട്. അപ്പൊ നമ്മൾ 2 പദ്ധതി നമ്മൾ പഠിച്ചിട്ടുണ്ട്. എന്തൊക്കെയാണ്? യോദ്ധാവ്, വിമുക്തി. ഓക്കെ, അടുത്തത് ഹാപ്പിനെസ് ഹോർമോൺസ് അല്ലെങ്കിൽ ഹാപ്പിനെസ് ഹോർമോണുകൾ. നമുക്ക് സന്തോഷം നൽകുന്ന കുറച്ച് ഹോർമോണുകളെ പറ്റി നമുക്ക് നോക്കാം. ഡ്രഗ്സിന്റെ ഉപയോഗത്തിൽ നിന്ന് കുട്ടികളെ കൊണ്ടുവരുന്നത്, അതായത്
ഹാപ്പിനെസ് ഹോർമോണുകൾ, അതായത് മനസ്സിൽ നമുക്ക് സന്തോഷം തരുന്ന സമയത്ത് ചില ഹോർമോണുകൾ നമ്മുടെ തലച്ചോറിൽ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്, ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. അത് ഏതൊക്കെ നമുക്ക് നോക്കാം. എൻഡോർഫിൻ അല്ലെങ്കിൽ എൻഡോർഫിൻ, ഡോപ്പമിൻ, സെറോട്ടോണിൻ ആൻഡ് ഓക്സിറ്റോസിൻ. ഈ 4 ഹോർമോൺസ് ആണ് ഹാപ്പിനെസ് ഹോർമോൺസ് എന്ന് പറയുന്നത്. അപ്പോൾ ഹാപ്പിനെസ് ഹോർമോൺസ് എന്തൊക്കെയാണ്? എൻഡോർഫിൻ, ഡോപ്പമിൻ, സെറോട്ടോണിൻ ആൻഡ് ഓക്സിറ്റോസിൻ. ഇതിനകത്ത് ഡോപ്പമിൻ നിങ്ങൾക്ക് മനസ്സിലാവും, ഞാൻ പറഞ്ഞുതരാം. നമ്മളിപ്പോൾ ഇൻസ്റ്റാഗ്രാം കണ്ടുകൊണ്ടിരിക്കുകയാണ്, നമ്മളിങ്ങനെ ഒരു റീല് കണ്ടു, 2 റീല് കണ്ടു, ഇങ്ങനെ സമയം പോണതേ അറിയില്ല, ഇങ്ങനെ കണ്ടുകൊണ്ടിങ്ങനെ ഇരിക്കും അല്ലേ. ആ കണ്ടുകൊണ്ടിരിക്കുന്നതാണ് നമുക്ക് ഹാപ്പിനെസ് കിട്ടും. ഓക്കെ, നമ്മളെ ബ്രെയിൻ നല്ല കൂളായി ഹാപ്പി ആയിട്ട് പോകും. അപ്പോൾ നമ്മുടെ ബ്രെയിനിൽ പ്രൊഡ്യൂസ് ചെയ്യുന്നൊരു ഹോർമോണാണ് ഡോപ്പമിൻ. നമുക്ക് ഹാപ്പിനെസ്. ഇപ്പം നിങ്ങളിപ്പോൾ ആലോചിക്കും എനിക്ക് ചിക്കൻ ബിരിയാണി കഴിക്കാൻ കൊതിയാവുന്നു. അപ്പോൾ നിങ്ങൾ വീട്ടിൽ ചെല്ലുമ്പോൾ ചിക്കൻ ബിരിയാണി, അപ്പോൾ നിങ്ങളുടെ മനസ്സിൽ ഹാപ്പിനെസ് വരും. അപ്പോൾ ഈ ഡോപ്പമിൻ ആക്ച്വലി ഇടയ്ക്കിടയ്ക്ക് പ്രൊഡ്യൂസ് ചെയ്യുന്നൊരു ഹോർമോണാണ് നമുക്ക് ഭയങ്കര ഹാപ്പിനെസ് തുടങ്ങുന്നത്. നമുക്ക് സിനിമ കാണുമ്പോഴോ നമ്മുടെ ഭയങ്കര റിലാക്സ് ചെയ്ത് നമ്മൾ ഇഷ്ടപ്പെട്ട കാര്യം ചെയ്യുമ്പോൾ, നമുക്ക് സന്തോഷം തരുന്ന ഒരു കാര്യം ചെയ്യുമ്പോൾ ഡോപ്പമിൻ വരാറുണ്ട്. ഡോപ്പമിൻ്റെ അളവ് ഒരു പരിധിക്കപ്പുറം കൂടിയാലും പ്രശ്നമാണ്. ഈ ഹാപ്പിനെസ് ഹോർമോൺസിൻ്റെ അളവ് ഒരു പരിധിക്കപ്പുറം കൂടിയാലും പ്രശ്നമാണ്. കാരണം അതിൻ്റെ അളവ് കൂടുമ്പോൾ നമ്മൾ അതിലേക്ക് എത്താനുള്ള വഴികൾ നമ്മൾ കണ്ടെത്തും. അതാണ് ഡ്രഗ്സ് ഇവിടെ പറയാനുള്ള കാരണമെന്ന് പറയുന്നത്. ഈ ഹാപ്പിനെസ് ഹോർമോൺസ്, ഈ ഡ്രഗ്സ് എടുക്കുന്നവർക്ക് ഈ ഹാപ്പിനെസ് ഹോർമോൺസ് അവർക്ക് ഭയങ്കരമായിട്ട് ഹാപ്പിനെസ് കൊടുക്കും. അപ്പോൾ അവർക്ക് ആ ഒരു സ്റ്റേജിലേക്ക് പോകാൻ അവർ ഭയങ്കരമായിട്ട് ആഗ്രഹിക്കും. ആ ഒരു സ്റ്റേജ്, ഈ ഒരു 4 ഹോർമോൺസിൻ്റെ പ്രവർത്തനം വളരെ, അതായത് നാച്ചുറലി പ്രൊഡ്യൂസ് ചെയ്യുന്നതിനെക്കാട്ടി ബിയോണ്ട് നാച്ചുറൽ പ്രൊഡക്ഷൻ വരികയാണെങ്കിൽ, അതിന് കൂടുതൽ വരികയാണെങ്കിൽ അവർക്ക് എന്ത് സംഭവിക്കും? അവർ അതിലേക്ക് എത്താൻ ഒരുപാട് ശ്രമിച്ച് ഡ്രഗ്സ് എടുക്കാൻ തോന്നും. ഡ്രഗ്സ് എടുക്കുമ്പോൾ അവർക്ക് കൂടുതൽ അവർ വിചാരിക്കുന്ന പറഞ്ഞാൽ ഓക്കെ ഇത് കിട്ടുമ്പോൾ ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. സോ അപ്പോൾ അവർ അതിന് വേണ്ടി എന്ത് ചെയ്യും? കൂടുതൽ ഡ്രഗ്സ് ഇൻടേക്ക് ചെയ്യും അവർ. മനസ്സിലായി? അപ്പോൾ അതാണ് ഇവിടെ പറയുന്നത്. ഈ ഒരു മനുഷ്യർ നിരക്കുന്ന ഈ ഒരു ഹാപ്പിനെസ് ഹോർമോണുകൾ, ഇവരെ ഡോപ്പമൈൻ്റെയും സെറോട്ടോണിൻ്റെയും അളവ് വളരെ കുറവായി കഴിയുമ്പോൾ എന്തിനാകുമ്പോൾ അവർ ലഹരിക്ക് അടിമയാകും. എന്തിൻ്റെ കുറവാണ്? ഡോപ്പമിൻ്റെയും സെറോട്ടോണിൻ്റെയും അളവ് വളരെ കുറയുമ്പോൾ എന്തിനാകുമോ ഇത് ലഹരിക്ക് അടിമയാകും. കാരണം ഇത് ഭയങ്കരമായിട്ട് കുറയപ്പോൾ അവരത് കൂട്ടാൻ ശ്രമിക്കും. ഈ അളവ് കൂടിയാലും പ്രശ്നമാണ്. ഈ ഒരു അളവ് ഭയങ്കരമായിട്ട് കുറയുമ്പം അവർ വിചാരിക്കും ഇത് ഡ്രഗ്സ് എടുക്കുമ്പോഴാണ് ഞങ്ങൾക്ക് ഇത് കിട്ടുന്നത് എന്ന് വെച്ചാൽ അവരെന്ത് ചെയ്യും? ആ ഡ്രഗ്സ് എടുക്കും. അപ്പോൾ ഈ ഡോപ്പമൈനും ഈ സെറോട്ടോണിൻ്റെ ഇത് രണ്ടും, ഡോപ്പമൈൻ ആൻഡ് സെറോട്ടോണിൻ, ഇത് രണ്ടും അവർ ശരീരത്തിൽ കുറയുമ്പോൾ ഓക്കെ ഇതെടുത്താൽ എനിക്ക് കൂടും എന്ന് വെച്ചിട്ട് കൂടുതൽ ലഹരിക്ക് അടിമ. ഇത് ഏറ്റവും കൂടുതൽ കുറയുന്ന ആൾക്കാരായിരിക്കും ഈ ലഹരി ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്ന ആൾക്കാരായിട്ട് മാറിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ നമ്മുടെ മനുഷ്യ ശരീരത്തിൽ എന്തും ഒരു നാച്ചുറൽ രീതിയിൽ പ്രൊഡക്ഷൻ ഉണ്ടെങ്കിൽ കുഴപ്പമില്ല. അത് കൂടുകയോ കുറയുകയോ ചെയ്യുന്നത് നമുക്ക് പ്രശ്നം ഉണ്ടാക്കുകയും ചെയ്യും. അപ്പം സന്തോഷിപ്പിക്കുന്ന ഹോർമോണുകൾ, എന്നെ ഒരുപാട് സന്തോഷിപ്പിക്കുന്ന ഹോർമോണുകൾ തേടി ഞാൻ പോകുന്നു. അത് ലഹരി ആയിക്കോട്ടെ എന്തായിക്കോട്ടെ, അതാണ് ഇപ്പോഴത്തെ യുവതലമുറ ഒരുപാട് നേരിടുന്ന പ്രശ്നങ്ങളാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഒരു രീതിയിൽ നമ്മളിപ്പോൾ വളരെ ഇതായിട്ട് ചിന്തിച്ചു കഴിഞ്ഞാൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. ഇപ്പോഴത്തെ ഒരു ഡ്രഗ്സിൻ്റെ യൂസും എല്ലാം അതൊക്കെ നമുക്ക് കറണ്ട് അഫയേഴ്സ് സെഷൻ പറയേണ്ട കാര്യങ്ങൾ. എന്നാലും നമുക്കൊരു ഇനി വരുംതോറും സഹകാരി റേസ് പ്ലസ്സിൽ ജനറൽ അവെയറൻസ് ആൻഡ് പല രീതിയിലുള്ള ക്ലാസ്സസ് നടക്കുന്നുണ്ട്. അത് നമ്മൾ ഡ്രഗ്സിനെ കുറിച്ച് ഒരു ക്ലാസ്സൊക്കെ എടുക്കുന്നുണ്ടായിരിക്കും. ഇപ്പോൾ നിലവിൽ നിങ്ങൾ കണ്ടുപോകുന്ന ക്ലാസ്സുകളൊക്കെ നല്ല രീതിയിൽ കാണുമ്പോൾ നിങ്ങൾക്കൊരു അവെയർനെസ് കിട്ടും. നമ്മൾ ഒരുപാട് ഇതാക്കുന്നുള്ളത് ഓർത്തിരിക്കുക. ഓക്കെ, അടുത്ത നോക്കാം. അടുത്ത ലിൻ സെഷുവിനെ ഓർമ്മിപ്പിക്കുമ്പോൾ, അല്ലെങ്കിൽ അദ്ദേഹം ആരാണ്? ചൈനീസ് തത്വചിന്തകനും രാഷ്ട്രീയക്കാരനുമായിരുന്ന ലിൻ സെഷുവിനെ നമുക്ക് ഓർമ്മിക്കുന്ന ദിവസമാണ് ജൂൺ 26. ജൂൺ 26. കറുപ്പ് എന്ന മയക്കുമരുന്നിനെതിരെ ശക്തമായ നിലപാട് സ്വീകരിച്ച ആൾ ആരാണ്? ലിൻ സെഷു. ഓക്കെ, ലിൻ സെഷു ആരാണ്? കറുപ്പ് എന്ന മയക്കുമരുന്നിനെതിരെ ശക്തമായ നിലപാട് സ്വീകരിച്ച ആളാണ് ലിൻ സെഷു. ഓക്കെ, മയക്കുമരുന്ന് ഉപയോഗത്തിനെതിരെ ലോകം ശ്രദ്ധിച്ച വലിയ നിലപാടായിരുന്നു അത്. എന്നാൽ
ഈ തീരുമാനം തുടർന്ന് 1839 ചൈനയും ബ്രിട്ടനും തമ്മിൽ ഒന്നാം കറുപ്പ് യുദ്ധം, അതായത് ഓപ്പിയം വാർ ഉണ്ടായി. ഗവൺമെന്റ് ആയിരിക്കും ഓപ്പിയം വാർ, നമ്മൾ വേൾഡ് ഹിസ്റ്ററി പഠിക്കും. 1856 ബ്രിട്ടനും ഫ്രാൻസുമായി ചൈനയ്ക്ക് നടത്തിയ രണ്ടാം കറുപ്പ് യുദ്ധവും ഇതിന്റെ തുടർച്ചയായിരുന്നു. അപ്പം ലിൻ സെഷു ആരാണ്? അദ്ദേഹം ആദ്യത്തെ ആന്റി ഡ്രഗ് ഒരു ക്യാമ്പയിൻ അല്ലെങ്കിൽ ഒരു ഇത് കൊണ്ടുവന്നൊരു ഓപ്പിയം വാർ, ചുരുക്കി പറഞ്ഞാൽ ഓപ്പിയം വാറിന്റെ ആളാണ് അല്ലേ. കറുപ്പ് എന്നൊരു മയക്കുമരുന്നിനെതിരെ ശക്തമായ, ഓപ്പിയം വാറിന്റെ ആളെന്നല്ല, ഓപ്പിയം വാർ വന്നത് ഈ ഒരു കറുപ്പ് എന്നൊരു മയക്കുമരുന്നിനെതിരെ ശക്തമായ നിലപാട് സ്വീകരിച്ച ഒരു രീതിയിൽ ഒരു ഇദ്ദേഹത്തിന്റെ ഒരു ഓർമ്മപ്പെടുത്തൽ തന്നെയാണ് കേട്ടോ. അടുത്തത്, മയക്കുമരുന്ന് വ്യാപനത്തിനെതിരെയായി ശക്തമായ ഈ നടപടിക്ക് ശേഷമുള്ള ദിവസമാണ് ജൂൺ 26 മയക്കുമരുന്നിനെതിരായ പ്രതീകമായി കാണപ്പെടുന്നത്. ഇപ്പൊ ജൂൺ 26 എന്നൊരു ആന്റി ഡ്രഗ്സ് ഡേ ആണ് അല്ലെ. 1987 ജൂൺ 17 മുതൽ 26 വരെയായിരുന്നു മയക്കുമരുന്ന് ദുരുപയോഗം. ഓക്കെ, അപ്പോൾ ഈ ജൂൺ 26 പ്രാധാന്യം ഉണ്ട്. ഒരു മയക്കുമരുന്നിനെതിരെ പ്രവർത്തിക്കുന്ന നമ്മളെല്ലാവരും പ്രവർത്തിക്കണം എന്ന് നമുക്കൊരു അവയർനെസ് തരുന്ന ഒരു ദിവസം തന്നെയാണ് ജൂൺ 26. അടുത്തത് എയർ ഇന്ത്യയുടെ ഒരു വാർത്തയാണ്. ഇതിൽ നമുക്ക് പഠിക്കേണ്ടതായിട്ടുള്ളത്, ഇതിൻ്റെ ചെയർമാൻ എൻ ചന്ദ്രശേഖരൻ. നമുക്ക് നമ്മുടെ ഇന്ത്യയിൽ ഇപ്പോൾ നടന്ന ഏറ്റവും വലിയൊരു ദുരന്തമാണ് അല്ലേ, എയർ ഇന്ത്യ വിമാന അപകടം അഹമ്മദാബാദിൽ സംഭവിച്ച. അപ്പം അതിൻ്റെ ഒരു ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ചെയർമാൻ എൻ ചന്ദ്രശേഖരൻ. ഓക്കെ, ഈ നിയമങ്ങൾ നോക്കാം നമുക്ക്. NDPS ആക്ട് 1985, നാർക്കോട്ടിക്സ് ഡ്രഗ്സ് ആൻഡ് സൈക്കോട്രോപിക് സബ്സ്റ്റൻസ് ആക്ട് അല്ലേ. നാർക്കോട്ടിക്സ് ഈസ് എ ഡർട്ടി ബിസിനസ് അല്ലേ. നമ്മൾ സാഗർ ഏലിയസ് ജാക്കി പറഞ്ഞതുപോലെ ഒന്നൊരു ആക്ടാണ് NDPS ആക്ട് ആൻഡ് 85, നാർക്കോട്ടിക്സ് ഡ്രഗ് ആൻഡ് സൈക്കോട്രോപിക് സബ്സ്റ്റൻസ് ആക്ട് ആണ്. ഇത് മയക്കുമരുന്ന് അല്ലെങ്കിൽ ലഹരി പദാർത്ഥങ്ങൾ ഉൽപ്പാദിപ്പിക്കാനും കൈവശം വയ്ക്കാനും വിൽക്കാനും വാങ്ങാനുമുള്ള അവകാശങ്ങളെ നിയന്ത്രിക്കുന്നതിന് വേണ്ടിയാണ് ഈ നിയമം കൊണ്ടുവന്നത്. ഓക്കെ, NDPS ആക്ട് എന്താണെന്നുള്ളത് അത് ഓർത്തിരിക്കുക. അടുത്തത്, ബോൾട്ട് ആകാൻ ഗൗട്ട്. നമുക്കറിയാം ഉസൈൻ ബോൾട്ട് അല്ലേ, ജമൈക്കയുടെ ഇതിഹാസ ഓട്ടക്കാരനാണ് ആര്? ഉസൈൻ ബോൾട്ട്. ഉസൈൻ ബോൾട്ടിനെ ഓർമ്മിപ്പിക്കുന്ന ഒരു പുതിയൊരു ആളെത്തിയിട്ടുണ്ട്, ഒരു കൗമാരക്കാരൻ. അദ്ദേഹത്തിൻ്റെ പേരാണ് ഗൗട്ട്. കഴിഞ്ഞ ദിവസം ചെക്ക് റിപ്പബ്ലിക്കിലെ ഓസ്ട്രിയയിൽ നടന്ന ഗോൾഡൻ സ്പെക് മീറ്റിൽ 20.2 സെക്കൻഡിൽ 200 മീറ്റർ പൂർത്തിയാക്കി സ്വർണം നേടിയ ഗൗട്ടിന്റെ പ്രകടനം. ചെക്ക് റിപ്പബ്ലിക്കിലെ ഓസ്ട്രിയയിൽ നടന്ന ഗോൾഡൻ സ്പെക് മീറ്റിൽ ഗൗട്ട് നേടിയത് 20.2 സെക്കൻഡിൽ 200 മീറ്റർ പൂർത്തിയാക്കി. അപ്പൊ അദ്ദേഹം നമ്മൾ ഉസൈൻ ബോൾട്ടിനെ ഓർമ്മിപ്പിക്കുന്നു എന്നാണ് പറയുന്നത്. ഓക്കെ, നമുക്കറിയാം ഉസൈൻ ബോൾട്ട് ഒരു നമുക്ക് താരം തന്നെയാണ് അല്ലേ. അപ്പം അദ്ദേഹത്തെ ഓർമ്മിപ്പിക്കുന്ന രീതിയിൽ ഇദ്ദേഹം ഗൗട്ട് കാഴ്ചവെച്ചിട്ടുണ്ട്. ഇപ്പൊ റെക്കോർഡുകൾ പുതുക്കി ഓസ്ട്രേലിയയുടെ യുവ ഓട്ടക്കാരൻ ഗൗട്ട്. അപ്പോൾ ഇതൊക്കെയാണ് പ്രധാന വാർത്തകൾ. നമുക്കിനി കുറച്ച് അറിയാം കൂടുതൽ ആനുകാലിക വാർത്തകൾ. 2025 നടന്ന പ്രഥമ ഖോ ലോകകപ്പിൽ ഇടം നേടിയ മലയാളി ബി നിഖിൽ. ഓർത്തിരിക്കുക, ബി നിഖിലാണ് 2025 നടന്ന പ്രഥമ ഖോ ലോകകപ്പിൽ ഇടം നേടിയ മലയാളി. അടുത്തത് 2025 പാരാ പവർ ലിഫ്റ്റിംഗ് ലോകകപ്പ്. 1 സ്വർണം 1 വെള്ളി 3 വെങ്കലം 5 മെഡലുകൾ നേടി ഇന്ത്യ. 2025 പാരാ പവർ ലിഫ്റ്റിംഗ് ലോകകപ്പിൽ 1 സ്വർണം 1 വെള്ളി 3 വെങ്കലം നേടി ആര്? ഇന്ത്യ. അടുത്തത് 2025 പാരാ പവർ ലിഫ്റ്റിംഗ് ലോകകപ്പ് വേദി ബീജിംഗ്, ചൈന. ഓർത്തിരിക്കണം, 2025 പാരാ പവർ ലിഫ്റ്റിംഗ് ലോകകപ്പ് വേദി ബീജിംഗ്, ചൈന. അടുത്തത് ന്യൂയോർക്ക് ഇന്ത്യൻ ഫിലിം ഫെസ്റ്റ് 2025 മികച്ച ചിത്രം അങ്കമൽ. സംവിധാനം വിപിൻ രാധാകൃഷ്ണൻ. മികച്ച സംവിധായിക റിമാദാസ്, വില്ലേജ് റോക്ക് സ്റ്റാർസ് 2. അതാണ് റിമാദാസ്. അടുത്തത് ലഹരി വിമുക്ത ക്യാമ്പസുകൾക്കായുള്ള ഉന്നത വിദ്യാഭ്യാസ വകുപ്പിന്റെ ലഹരി വിമുക്ത ക്യാമ്പയിൻ അല്ലെങ്കിൽ പദ്ധതി
ബോധ പൂർണിമ. അടുത്ത വർഷത്തോടെ രാജ്യത്ത് ആദ്യമായി ഗാർഹിക വരുമാന സർവേ നടത്താൻ കേന്ദ്ര സർക്കാർ തീരുമാനിച്ചിട്ടുണ്ട്. ഗാർഹിക വരുമാന സർവേ. ഓക്കെ, സോ ഇത്രയാണ് ഇന്നത്തെ പ്രധാന വാർത്തകൾ. വാർത്തകൾക്കപ്പുറം നമ്മൾ കുറച്ച് കാര്യങ്ങളും കൂടെ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. കാരണം വാർത്തകൾ മാത്രമല്ല, അതിൽ വരുന്ന പല കാര്യങ്ങളും നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ചിന്തിപ്പിക്കുന്നുണ്ട് അല്ലേ. നമ്മളൊരു പത്രം വാർത്ത വായിച്ച് കഴിയുന്നത് തികച്ചും ആനുകാലിക കാര്യങ്ങൾ അറിയുന്നതിനപ്പുറം പല കാര്യങ്ങളും നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ചിന്തിപ്പിക്കുന്നുമുണ്ട്. അതാണ് വാർത്തകൾ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ സഹകാരി റേസ് പ്ലസ് സഹകാരി PSC സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ക്ലാസ്സുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. 2026 ഡിഗ്രി പ്രിലിംസിന് SBCID, കമ്പനി ബോർഡ് അസിസ്റ്റന്റ്, യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് എന്നീ ബാച്ചിലേക്കുള്ള ക്ലാസ്സുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ ജോയിൻ ചെയ്യുക. കറണ്ട് അഫെയർസ്, നമ്മൾ ഡെയിലി പോകുന്ന കറണ്ട് അഫെയർസിൻ്റെ ഒരു വീക്ക്ലി ബാച്ച് ഉണ്ട്. അതായത് വീക്ക്ലി റൗണ്ട് അപ്പ് ആയിട്ട് ഒരു ക്ലാസ് ഉണ്ടാകും. അതായത് നമ്മൾ ഡെയിലി പറയുന്ന കറണ്ട് അഫെയർസിലെ പ്രധാനപ്പെട്ട ഒരു 50 തൊട്ട് ഒരു 60ഓളം കറണ്ട് അഫെയർസ് നമ്മൾ അവിടെ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. താല്പര്യമുള്ള എല്ലാവരും ജോയിൻ ചെയ്യുക, പഠിച്ച് നിങ്ങൾ ആഗ്രഹിക്കുന്ന സർവീസിലേക്ക് എത്തുക. അപ്പോൾ ഇന്നത്തെ ക്ലാസ് ഇത്രയേ ഉള്ളൂ. നമുക്ക് അടുത്ത സെഷനിൽ വീണ്ടും കാണാം. എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക. ബി ഹാപ്പി, ബി പോസിറ്റീവ് ആൻഡ് ഹാവ് എ ഗ്രേറ്റ് ഫ്യൂച്ചർ. താങ്ക് യു.